പോളിംഗിൽ പ്രതീക്ഷിച്ച ശതമാനമുണ്ടെന്ന് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയ്. തിരഞ്ഞെടുപ്പിൽ അഭിമാന വിജയമുണ്ടാകും. ചിട്ടയായ പ്രവർത്തനമാകും വിജയത്തിന് പിന്നിലെന്നും വി ജോയ് 24-നോട് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉള്ള ശതമാനമാണ് വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളുടെ മേജർ ഭാഗവും ഞങ്ങൾക്ക് പോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനകരമായിട്ടുള്ള വിജയം ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങളുടെ കഴിഞ്ഞകാല ദിവസങ്ങളിലെ ചിട്ടയായ പ്രവർത്തനം, പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നത് വരെ ഉള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും നല്ല ഒരു വിജയം ഞങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇനിയും നമുക്ക് കുറച്ച് കണക്കുകൾ കൂടി കിട്ടാനുണ്ട്. അതുകൂടെ കിട്ടിയതിന് ശേഷം ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം പങ്കുവയ്ക്കാം. ആറ്റിങ്ങലിൽ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ വിജയം നമുക്ക് സമ്മാനിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. ഒരു നല്ല വിജയം ഉണ്ടാകാനാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് വി ജോയ്. ചില ഇടങ്ങളിൽ വോട്ട് ശതമാനം കൂടുകയും ചിലയിടങ്ങളിൽ കുറയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പരിഗണിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രവിധ അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ. കാരണം ഈ ആറ്റിങ്ങൽ LDF ആദ്യം മുതൽക്കേ തന്നെ ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ വോട്ടെടുപ്പ് കഴിയുമ്പോഴും ഈ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, വിജയപ്രതീക്ഷയിലാണ്. ഈ പോൾ ചെയ്തതിന്റെ ഭൂരിഭാഗവും ഈ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ആ വിജയത്തിന് പിന്നിൽ ചിട്ടയായ പ്രവർത്തനമാണെന്നും പറയുന്നുണ്ട്. അതായത് ഈ പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതെന്നുള്ളതാണ്. എന്തായാലും റിസൾട്ട് വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായി എന്നുള്ളതാണ് പ്രധാനമായും വി ജോയ് പറയുന്നത്. ഏതായാലും പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം കുറവാണ്. 69%. കഴിഞ്ഞ വർഷം ഏകദേശം 74% ആറ്റിങ്ങൽ പാർലമെന്റിൽ പോൾ ചെയ്തിരുന്നു. അതിൽ നിന്ന് സാധാരണ സംസ്ഥാനത്ത് എല്ലായിടത്തും കുറഞ്ഞതുപോലെ ആറ്റിങ്ങലിലും കുറഞ്ഞിട്ടുണ്ട്. അത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് മുന്നണികൾക്കെങ്കിലും. LDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF ക്യാമ്പ് അത് അനുകൂലമായി എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ വർക്കല, അതേപോലെ തന്നെ ആറ്റിങ്ങൽ, ചെറിയങ്കീഴ്, അവിടെ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ LDFന് ഒരു വ്യക്തമായ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞുവെന്നും വി ജോയ് നമ്മളോട് പറയുന്നുണ്ട്. ഏതായാലും ഈ പോളിംഗ് കുറഞ്ഞതൊന്നും തങ്ങൾക്ക് ആശങ്കയ്ക്ക് ഇടയാക്കുന്നില്ല. പകരം അതെല്ലാം അനുകൂലമായി വരും എന്ന തരത്തിലുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആദ്യം മുതൽക്കേ തന്നെ ഈ ഇരട്ട വോട്ട് വിവാദം, അതേപോലെ കള്ളവോട്ട് ആരോപണം, അത്തരം കാര്യങ്ങളൊക്കെയും ഈ LDFനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് UDF ക്യാമ്പും NDA ക്യാമ്പും ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതിൽ LDF ഒരുപടി മുന്നിൽ ആത്മവിശ്വാസം വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ തരത്തിൽ പോളിംഗ് കുറഞ്ഞത് അത് തങ്ങൾക്ക് അനുകൂലമായെന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ശരി, തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയ്. വിവരങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്.